ഭരതസ്തു മഹാഭാഗവതഃ. ഋഷഭദേവൻ്റെ 100 പുത്രന്മാരിൽ ജ്യേഷ്ഠപുത്രനാണ് ഭരതൻ. ഭരതൻ എന്ന് പറയുമ്പോൾ തന്നെ മഹാഭാഗവതൻ എന്നാണ് അവിടെ പറയുന്നു. അദ്ദേഹം ആദ്യം സത്കർമ്മങ്ങളൊക്കെ ചെയ്തു. സത്കർമ്മങ്ങളുടെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചിത്തം ശുദ്ധമാവണം. നമ്മുടെ ഹൃദയം ശുദ്ധമായി അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മളൊക്കെ കണ്ണടച്ചാൽ ഭഗവാനെ കാണാൻ സാധിക്കണം. നമ്മളൊക്കെ കണ്ണടച്ചാൽ ഒരു ഇരുട്ടാണ് കാണുന്നത്. അങ്ങനെ ഇല്ലാതെ ഭഗവാനെ കാണാൻ സാധിച്ചാൽ അതാണ് ചിത്തശുദ്ധിയുടെ ലക്ഷണം. ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിജപുരുഷർ ലിഖിതേന ആത്മനി പുരുഷരൂപേണ വിരോചമാണേ ഉച്ചൈസ്തരാം ഭക്തി അനുദിനം ഏധമാനരയ അജാജത. ഭിത്തിയിൽ എഴുതിയ ചിത്രം പോലെ ഭഗവാന്റെ രൂപം കാണാൻ സാധിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് രാജ്യഭരണം ചെയ്യാൻ പറ്റാതായി. അപ്പം മക്കളുടെ കയ്യിൽ രാജ്യം ഏൽപ്പിച്ച് അദ്ദേഹം നേപ്പാൾ ദേശത്തിൽ ചെന്നു. അവിടെ ഗണ്ഡകി എന്ന നദി ഓടിക്കൊണ്ടിരിക്കുന്നു. ആ ഗണ്ഡകി നദി ഒരു ദേവിയാണ്. ആ ദേവി തപസ് ചെയ്തു. അപ്പോൾ ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, നിനക്ക് എന്താണ് വരം വേണം? അപ്പോൾ ആ ദേവി പ്രാർത്ഥിച്ചു, എനിക്ക് ഭഗവാൻ തന്നെ പുത്രനായി കിട്ടണം. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഏത് അവതാരത്തിലാണ് വേണ്ടത്? രാമാവതാരമാണോ, കൃഷ്ണാവതാരമാണോ, നരസിംഹാവതാരമാണോ? ഏത് അവതാരത്തിലാണ് പുത്രനായി ജനിക്കണം ചോദിച്ചപ്പോൾ ആ ഗണ്ഡകി പറഞ്ഞു, എനിക്ക് എല്ലാ അവതാരത്തിലും മകനായി ജനിക്കണം. ഈ ഗണ്ഡകിക്കാണ് കൂടുതൽ ഭാഗ്യം. കൗസല്യയ്ക്ക് ഒരു പെരുമ എന്താണെന്ന് വെച്ചാൽ രാമൻ്റെ അമ്മയാണ്. ദേവകിക്ക് കൃഷ്ണൻ്റെ അമ്മ എന്ന് പെരുമ. ദേവഹൂതിക്ക് കപിലൻ്റെ അമ്മ എന്നാണ് പെരുമ. ഈ ഗണ്ഡകിക്കാണ് എല്ലാ ഭഗവാന്റെ അമ്മയായിട്ട് ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ ഒരു നദിയായി ഓടിക്കോളൂ, നിൻ്റെ മടിത്തട്ടിൽ ഞാൻ ശാളഗ്രാമമായി അവതരിച്ചോളാം. ഇപ്പോൾ നമുക്ക് മത്സ്യശാലഗ്രാമം, കൂർമ്മശാലഗ്രാമം, നരസിംഹശാലഗ്രാമം, ശാലഗ്രാമ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു. ഇവിടെ പറയുന്നുണ്ട്, എത്ര ഭഗവാൻ ഹരിരദ്യാപി തത്രത്യാനാം നിജജനാനാം വാത്സല്യേന സന്നിധാപ്യുത ഇച്ഛാരൂപേണ. ആർക്ക് എന്താണോ ഇച്ഛ, അവരുടെ ഇഷ്ടപ്രകാരം ഭഗവാൻ അവിടെ ഇപ്പോഴും ശാളഗ്രാമ രൂപത്തിൽ കിട്ടുന്നു. ആ ഗണ്ഡകി നദിയിൽ ചെന്ന് അദ്ദേഹം എല്ലാ ദിവസവും ശാളഗ്രാമ പൂജയും ചെയ്യും. പിന്നെ അഷ്ടാംഗയോഗവും അഭ്യസിക്കുന്നു. ഇന്നലെ പറഞ്ഞില്ലേ, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം വരെ എത്തിക്കഴിഞ്ഞു. ധ്യാനം പറഞ്ഞാൽ നമ്മളെപ്പോലല്ലേ 12 മണിക്കൂർ ധ്യാനം. രാവിലെ 6 മണിക്ക് കണ്ണടച്ചിരുന്നാൽ വൈകുന്നേരം 6 മണിക്ക് കണ്ണ തുറക്കുന്നു. അങ്ങനെ 12 മണിക്കൂർ ധ്യാനം നമുക്ക് ചിന്തിക്കാനും പോലും പറ്റില്ലേ. നമ്മളൊക്കെ ഒരു 12 മിനിറ്റ് പോലും മര്യാദയ്ക്ക് ധ്യാനം ചെയ്യാനായിട്ടില്ലേ നമുക്ക്. പക്ഷെ എന്തു പറയട്ടെ, എല്ലാവർക്കും ഒരു പ്രാരബ്ധം ഉണ്ട്. സ്വാരബ്ധേന കർമ്മണ യോഗാരംഭണത്തോ വിഭ്രംസിത. അദ്ദേഹത്തിന് മാനരൂപത്തിലാണ് ഒരു പ്രാരബ്ധം പിടികൂടി. ഓരോരാൾക്ക് ഓരോ രൂപത്തിൽ, മാൻകുട്ടി രൂപത്തിലാണ്, ചില ആളുകൾക്ക് പേരക്കുട്ടി രൂപത്തിലാണ് പ്രാരബ്ധം പിടികൂടും. ഇദ്ദേഹത്തിന് മാൻകുട്ടി രൂപത്തിലാണ്. ഇദ്ദേഹം രാവിലെ സഹസ്രാവർത്തി ഗായത്രി ജപിക്കാറുണ്ട്. പരോ രജസ് സവിതുർജാതവേദോ ദേവസ്യ ഭർഗോ മനസേദം ജജാന സുരേതസാദ പുനരാവിശ്യ ചട്ടേ ഹംസം ഗൃധ്രാണം ദൃഷദ്രിംഗിരാമി മഹാ. അദ്ദേഹം സഹസ്രാവർത്തി ഗായത്രി ജപിക്കുന്ന സമയത്ത് ഒരു മാൻപേട വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ വന്നു. പൂർണ്ണ ഗർഭവതിയായ മാൻപേടയാണ്. ആ മാൻ വെള്ളം കുടിക്കുന്ന സമയത്താണ് ലോകഭയങ്കരവതപതത്, ഭയങ്കരമായ സിംഹത്തിൻ്റെ ശബ്ദം, ഗർജനം. സിംഹത്തിൻ്റെ അലർച്ച കേട്ടപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഈ മാൻ എന്ത് ചെയ്തു? പുഴ കടക്കാൻ ശ്രമിച്ചു. അങ്ങനെ ശ്രമിക്കുന്ന സമയത്തിലാണ് പ്രസവം ആയി. അപ്പോൾ എന്തായി? പ്രസവിച്ച് മാൻകുട്ടി ഇപ്പുറത്തായി. അമ്മമാൻ പുഴയുടെ അപ്പുറത്ത് ചെന്നും വീണ് മരിച്ചു. ഈ മാൻകുട്ടി വിഷമിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി,
യസ്മിന് അഹിംസോപശമസ്വധർമ്മ. സന്യാസിമാർക്ക് പ്രധാന ധർമ്മം അഹിംസയാണ്. ഒരു മഹാത്മാവിൻ്റെ കഥ പറയാറുണ്ട്. രാമകൃഷ്ണ പരമഹംസൻ ഉദാഹരണമായിട്ട്, ഒരു പുഴയിൽ ഒരു തേള് ഇങ്ങനെ പോകുന്നത് കണ്ടു. അത് രക്ഷപ്പെടുത്താൻ വേണ്ടി മഹാത്മാ എന്ത് ചെയ്തു? അത് എടുക്കാൻ പുറപ്പെട്ടപ്പോൾ അത് ഇങ്ങനെ കുത്തിയപ്പോൾ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നു, എന്നെ കുത്തുന്നുണ്ടല്ലോ, നീ പോയിക്കോളിനെ വിട്ടിട്ടില്ലേ? അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നി, ഈ തേലിൻ്റെ സ്വഭാവം കുത്തുന്നതാണ്. തൻ്റെ മരിക്കുന്ന സമയത്തിൽ പോലും തേല് അതിൻ്റെ ധർമ്മം കാണിക്കുമ്പോൾ ഞാൻ എൻ്റെ ധർമ്മം കാണിക്കും, രക്ഷപ്പെടുത്തേണ്ട എൻ്റെ ധർമ്മമാണ് പറഞ്ഞ് അദ്ദേഹം 2 കുത്തും മേടിച്ച് പിന്നെ രക്ഷപ്പെടുത്തി. ഇപ്പോൾ സന്യാസിമാർക്ക് അഹിംസയാണ് പ്രധാന ധർമ്മം. അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം ആ മാൻകുട്ടിയെ രക്ഷപ്പെടുത്തി. പിന്നെ അവിടെ വിടാമായിരുന്നു. പിന്നെ തോന്നി, ഞാനില്ലെങ്കിൽ നോക്കാൻ വേറെ ആളില്ലല്ലോ എന്ന് തോന്നിപ്പോയി. അങ്ങനെയൊക്കെയാണ് നമ്മളും, ഞാനില്ലെങ്കിൽ ഈ കാര്യമൊന്നും ചെയ്യാവുന്നില്ലേ, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരും ബന്ധപ്പെടുന്നത്. അദ്ദേഹം മാൻകുട്ടിയെ കൊണ്ടുപോയി. പിന്നെ അദ്ദേഹത്തിൻ്റെ ധ്യാനം, പൂജ എല്ലാം പോയി. എപ്പോഴും പണ്ടൊക്കെ ഹരിസ്മൃതിയിലായിരുന്നു, ഇപ്പോൾ ഹരിണസ്മൃതിയായി. ഇങ്ങനെ മാന ലാളിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ആ മാനെന്തിതോ ഒരു പെൺമാന കണ്ടപ്പോൾ അതിൻ്റെ ഒപ്പം ഓടിപ്പോയി. നമ്മളങ്ങനെയാണ്, കുട്ടികളെ നന്നായിട്ട് വളർത്തും, പിന്നെ അവരവരെ പെൺകുട്ടി കണ്ടാൽ ഓടിപ്പോകും. അങ്ങനെ പോയി. പിന്നെ മാൻ പോയ ദുഃഖത്തിൽ അദ്ദേഹം വിഷമിച്ചിരിക്കുമ്പോഴാണ് കിടപ്പിലായി. അവസാന സമയത്തിൽ വീണ്ടും ആ മാൻ അവിടെ വന്നു. ആത്മജമിവ അനുശോചന്തം, മഹണം പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം മാന നോക്കി, മാന ഓർത്തുകൊണ്ട് മരിച്ചു. ഭഗവാൻ ഗീതയിൽ പറയുന്നു, യം യം വാപി സ്മരൺ ഭാവം ത്യജത്യന്തേ കലേവരം തം തമേവേതി കൗന്തേയ സദാ തദ്ഭാവഭാവിതഃ. അന്തേ യാ സ്മൃതി സാഗതി. അന്ത്യസമയത്തിൽ എന്താണോ സ്മൃതി, അതാണ് അടുത്ത ജന്മത്തിന് കാരണമാവും. നമുക്ക് സങ്കടമാവും. ഇപ്പോഴൊക്കെ ഭാഗം വായിച്ചുകൊണ്ടിരിക്കുന്നു, അവസാന സ്മൃതി എന്താവും? ഇപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും. അതുകൊണ്ടാണ് രാമാനുജാചാര്യൻ ഭഗവാനോട്, കാഞ്ചീപുരത്തിലിരിക്കുന്ന ഭഗവാനോട് പറഞ്ഞു, ഇങ്ങനെ പറയാൻ പാടില്ലേ, അവസാനത്തെ സ്മൃതി ഗതിയാവും പറഞ്ഞാൽ. നല്ല ആരോഗ്യമുള്ള സമയത്ത് ഭാഗവതം വായിച്ച് നടന്ന ഒരാൾ അവസാനം ഒരു മാണയോ എന്തെങ്കിലും നോക്കി മരിച്ചാൽ, അത് ഓർത്ത് മരിച്ചാൽ അങ്ങനെ ജയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് യോഗികൾക്ക് പറഞ്ഞതാണ്, ഭക്തന്മാർക്ക് അങ്ങനെയില്ലേ, നാന്തിമ സ്മൃതി രിഷ്യതേ. ഭക്തന്മാർക്ക് അന്ത്യസമയത്തിൽ ഞാൻ നേരിട്ട് വന്ന് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. അദ്ദേഹം മാന ഓർത്ത് മരിച്ചത് കൊണ്ട് എന്തായി? അടുത്ത ജന്മത്തിൽ മാനായി ജനിച്ചു. മാനായി വേറെ എവിടെയോ ജനിച്ചതാണ്. പക്ഷേ പൂർവ്വ ആ സ്മൃതി കൊണ്ട് വീണ്ടും പഴയ ആശ്രമത്തിൽ തന്നെ എത്തിച്ചേർന്നു. അവിടെ ഇരുന്ന് ആ മാന് മനസ്സുകൊണ്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. നാരായണായ ഹരയേ നമ ഇത്യുദാരം ഹാസ്യൻ മൃഗത്വമപി യസ് സമുദായകാരൻ. ഇങ്ങനെ മഹാത്മാക്കളുടെ ആശ്രമത്തിലൊക്കെ നമുക്ക് കാണാം, ചില മൃഗങ്ങൾ ഇങ്ങനെ സത്സംഗത്തിൽ ഇരിക്കുന്നത് കാണാം. ജ്ഞാനേശ്വരൻ പേരുള്ള മഹാത്മാ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതി. അദ്ദേഹം ഭഗവത്ഗീത വ്യാഖ്യാനം എഴുതുമ്പോൾ അവിടെ ഒരു എരുമ ഉണ്ടായിരുന്നു, എരുമമാട്. അത് കേട്ടുകൊണ്ടിരിക്കും. ഇടയ്ക്ക് അദ്ദേഹം ചോദിക്കും, ഈ എഴുതിയത് ശരിയാണോ ചോദിക്കുമ്പോൾ അതിങ്ങനെ തലകൊള്ളും. അതെന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു യോഗഭ്രഷ്ട ജന്മമാണ്. അതേപോലെ വൃന്ദാവനത്തിൽ ഒരു നായ ഉണ്ടായിരുന്നു. ആ നായ എന്ത് ചെയ്തു? ഏകാദശി ദിവസം ചപ്പാത്തി കഴിക്കില്ലേ, അന്ന് വ്രതം അത് എടുക്കും. ഏകാദശി ദിവസം കഴിക്കാറില്ലേ. ചില ആൾ നിർബന്ധിച്ച് ചപ്പാത്തി എന്തെങ്കിലും കൊടുത്താൽ അത് മേടിച്ച് സൂക്ഷിച്ച് വയ്ക്കും അവിടെ ഒരു അടുത്ത്. എന്താ കാരണം? ഏകാദശി വ്രതം പോലെ ദ്വാദശി പാരണ വീടിൻ്റെ ദ്വാദശി ദിവസം ചപ്പാത്തി കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ച് വെച്ചിട്ട് അടുത്ത ദിവസം അത് കഴിക്കും. ഈ നായ്ക്ക് എങ്ങനെ ഇന്ന് ഏകാദശി മനസ്സിലാവും? നമുക്ക് പഞ്ചാംഗം നോക്കിയിട്ടുണ്ടോ, ഇന്നാണോ ഏകാദശി നാളെ ആണോ, നമുക്ക് സംശയം ഉണ്ടാവും. പക്ഷേ ഈ നായ്ക്ക് എങ്ങനെ മനസ്സിലായി ചോദിച്ചാൽ അതാണ് യോഗഭ്രഷ്ടന്മാർ. ഇങ്ങനെ ചില മഹാത്മാക്കൾ യോഗഭ്രഷ്ടരായി ഇങ്ങനെ വരാറുണ്ട്. എൻ്റെ ഗുരുനാഥൻ പണ്ട് ഒരു ഗ്രാമത്തിൽ സപ്താഹം ചെയ്തപ്പോൾ ഒരു നായ അവിടെ ഇരുന്ന് പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിരിക്കും. അപ്പോൾ അടുത്തിലൊക്കെ പോയിക്കോളൂന്ന് വരട്ട തുടങ്ങിയപ്പോൾ ഗുരുനാഥൻ വെച്ച് അത് കേട്ടോട്ടേ പറഞ്ഞു. അത് സപ്താഹം മുഴുവനും കേട്ടു. അതിൻ്റെ ഭാഗ്യം എന്ത് പറയട്ടെ, സപ്താഹം കഴിഞ്ഞ് അവഭൃത സ്നാനം ചെല്ലുന്ന സമയത്ത് അവിടെ വീണ് പുഴയ തീരത്ത് മരിച്ചു. അപ്പോൾ ഗുരുനാഥൻ അതിന് ഒരു സമാധി വെച്ചു. ഇങ്ങനെ ചില യോഗഭ്രഷ്ടരായ ജീവന്മാർ ഇങ്ങനെ സത്സംഗത്തിൽ കൂടാറുണ്ട്.
അതുപോലെയാണ് ഈ മാണം എപ്പോഴും സത്സംഗത്തിൽ ഇരുന്ന് അവസാനം നാരായണായ ഹരയേ നമഃ ഭഗവാന്റെ നാമം ജപിച്ചു. ഹരയേ നമ ശ്രീ ഹരയേ നമഃ 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 ഹരയേ നമ ശ്രീ ഹരയേ നമഃ. മാണ കൊണ്ട് നാമം ജപിക്കാൻ പറ്റില്ലേ, മനസ്സുകൊണ്ട് ജപിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സുകൊണ്ട് നാമം ജപിച്ച് ആ മാൻ ശരീരം പുഴയിൽ ഒഴുക്കി അടുത്ത ജന്മത്തിൽ അങ്കിരസ ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ്റെ പുത്രനായി ജനിച്ചു. ഈ ജന്മത്തിലാണ് ജഡഭരതൻ എന്ന് നമ്മൾ പറയും. പൂർവ്വജന്മത്തിൽ ഭരതൻ എന്നാണ് പേര്. ഈ ജന്മത്തിൽ ജഡനെ പോലെ കിടക്കുന്നു, അതുകൊണ്ടാണ് ജഡഭരതൻ എന്ന് നമ്മൾ പറയുന്നു. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നു, ഒന്നും മിണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇയാൾ മൂക്കനാണ്, അന്ധനാണ്, ബധിരനാണെന്ന് വിചാരിച്ചു. ഇയാൾ എങ്ങനെ വിചാരിക്കുന്നുവോ അതേപോലെ അദ്ദേഹം ചെയ്യും. അച്ഛനമ്മമാർ മരിച്ച ശേഷം സഹോദരന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവർ നന്നായിട്ട് അവരെ പണിയെടുപ്പിക്കും. പിന്നെ പഴയ ചോറ്, പിന്നെ വേണ്ടാത്ത സാധനമൊക്കെ അവർക്ക് കൊടുക്കും. എന്തു കൊടുത്താലും അദ്ദേഹം അമൃതവദഭ്യവഹരതി, അമൃതം പോലെ സ്വീകരിച്ചു എന്നാണ് അവിടെ പറയുന്നത്. നമുക്ക് ഒന്ന് ഉപ്പോ എരിവോ ഒന്ന് കമ്മിയായാലോ കൂടുതലായാലോ പറ്റില്ല പറയും. മഹാത്മാക്കൾക്ക് എങ്ങനെയായാലും അവർ അതേപോലെ തന്നെ സ്വീകരിക്കും. കാരണം അവർക്ക് ഈ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യമില്ല. എന്ത് കിട്ടുന്നുവോ അത് പ്രസാദമായി അവർ സ്വീകരിക്കും. മാർത്താണ്ഡവർമ്മയുടെ കഥയിൽ പറയാറുണ്ട്, അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി വിഷം ചേർത്തു ഭക്ഷണം പ്രസാദം കൊടുത്തു, പായസം. അപ്പോൾ അത് പ്രസാദം കൊടുത്തപ്പോൾ പ്രസാദമായിട്ട് കഴിച്ചു അദ്ദേഹം എന്ന് പറയാറുണ്ട്. അതുപോലെയാണ് ഇദ്ദേഹം അമൃതവദഭ്യവഹരതി. ആ സമയത്ത് അടുത്തുള്ള കാട്ടിൽ ഭദ്രകാളി ക്ഷേത്രം, അവിടെ ഭദ്രകാളിക്ക് നരബലി കൊടുക്കാൻ വേണ്ടി ഒരാളെ പിടിച്ചു വച്ചിരുന്നു. പണ്ട് ദേവിക്ക് നരബലി കൊടുത്തിരുന്നു. അങ്ങനെ നരബലി കൊടുക്കാൻ വേണ്ടി ഒരാളെ പിടിച്ചു വെച്ചിരുന്നു. അയാൾ എങ്ങനെയോ ഓടി രക്ഷപ്പെട്ടു. അപ്പം നരബലിക്ക് ആൾ കിട്ടാതെ വന്നപ്പോഴാണ് ആൾ അന്വേഷിച്ച് വരുന്ന ആൾക്കാരൊക്കെ ഈ ജഡഭരതനെ കണ്ടു. അദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുപോയി നല്ല ഗംഭീരമായി കുളിപ്പിച്ചു. പിന്നെ പട്ടുവസ്ത്രം അണിയിച്ചു, ചമപ്പ് പട്ട് അണിയിച്ച്, ചെമ്പരത്തി മാളമൊക്കെ അണിയിച്ച്, സെഞ്ചന്ദനം പൂശി. പിന്നെ കാളിയുടെ മുന്നിൽ നിർത്തി വച്ചു. പിന്നെ കാളിക്കും അഭിഷേകമൊക്കെ നടത്തി. പിന്നെ പാട്ടൊക്കെ പാടി ആ വെളിച്ചപ്പാട് കയ്യിൽ വാളും പിടിച്ച് ഇദ്ദേഹത്തിന് വെട്ടാണ് അടുത്ത് വന്നപ്പോൾ ഈ ബ്രഹ്മജ്ഞാനിക്ക് ചെയ്യുന്ന അപരാധം കൊണ്ട് കാളിക്ക് അവിടെ ഇരിക്കാൻ പറ്റാതായി. ദന്തക്യമാനേ നവപുഷ സഹസൊച്ചാട്ട ശൈവദേവി ഭദ്രകാളി. കാളിയുടെ ശരീരം തന്നെ ദഹിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. ദന്തഹ്യമാനേ നവപുഷ. ഉടനെ കാളിദേവി അവിടെ നേരെ പ്രത്യക്ഷമായി അവിടെ വന്നു. പല അസുരന്മാരുടെ കൈകൾ വെട്ടി അത് തന്നെ വസ്ത്രമായി ധരിച്ച്, പല അസുരന്മാരുടെ തലകൾ വെട്ടി മുണ്ടമാലകൾ ധരിച്ച്, കൈകളിൽ ആയുധങ്ങളും ഏന്തി കാളിദേവി ഓടി വന്നു. സ്വന്തം കയ്യിൽ വാളുണ്ടെങ്കിലും ആ വെളിച്ചപ്പാലിൻ്റെ കയ്യിൽ നിന്നും വാള് മേടിച്ചു. എന്താ കാരണം അത് പൂജിച്ച വാളാണ്, അതിന് എന്തെങ്കിലും ഒരു ബലി കൊടുക്കണം. അതുകൊണ്ടാണ് തേനീ വാസിന ആ വാള് മേടിച്ചു. അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ശിരസും കൊയ്തെടുത്തു. എന്താ കാരണം ഭാഗവതന്മാർക്ക് അപരാധം ചെയ്യുമ്പോൾ കൂട്ടിരുന്നവർക്കും അതിൻ്റെ ഫലം ഉണ്ടാകും. ഭാഗവതം ചെയ്തവർക്ക് മാത്രമല്ല, അതിൻ്റെ സഹായികൾക്ക് അതിൻ്റെ ശിക്ഷ ഉണ്ടാവും. അങ്ങനെയാണ് മോഷണം ചെയ്ത ആൾക്ക് മാത്രമല്ല കൂട്ടിരുന്നവർക്കും ശിക്ഷ കൊടുക്കാറുണ്ടല്ലോ. അതേപോലെയാണ് ഇവിടെ അവർ വന്ന എല്ലാവരുടെയും ശിരസ് കൊയ്ത് അവരുടെ ശിരസ് കബന്ധത്തിൽ വരുന്ന രക്തം കുടിച്ച് ആ പന്ത് പോലെ കളിച്ചു എന്നാണ് പറയുന്നത്. ശിരക്കന്തുകലീലയ. അവരുടെ തല തന്നെ എടുത്ത് വാരാഹി, ചാമുണ്ഡി, നാരസിംഹി ഇങ്ങനെ പല സഖീഗണങ്ങളുണ്ട് ഭദ്രകാളിക്കും. അവരുടെ ഒപ്പം പന്ത് പോലെ കളിച്ചു. സ്വന്തം മുന്നിൽ ദേവി ഇങ്ങനെ നൃത്തം വയ്ക്കുന്ന സമയത്തിൽ പോലും അദ്ദേഹം തല കുടിഞ്ഞ് തന്നെ നിൽക്കുന്നു. ദേവിയോട് ഒരു പ്രാർത്ഥന ചെയ്തിട്ടില്ല. ഒരു പ്രാർത്ഥന ചെയ്യണ്ടേ? കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. ഒരു സ്തുതി ഒന്നും പറഞ്ഞിട്ടില്ലേ ജഡഭരതൻ? കാരണം
അദ്ദേഹം എല്ലാം ഭഗവാനായിട്ട് കാണണം. ആ ദേവിയും ദേവിയുടെ കയ്യിലിരിക്കുന്ന വാളും യാണും ഈ ബലിപീഠം എല്ലാം പരമാത്മസ്വരൂപം കാണുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ആത്മഭാവം ജ്ഞാനം മനസ്സിലാക്കി ദേവി വീണ്ടും വിഗ്രഹത്തിൽ ഐക്യമായി. പിന്നെ അദ്ദേഹം ഇങ്ങനെ പുറപ്പെട്ടു. ഇക്ഷുമതി എന്ന നദീതീരത്തിൽ അദ്ദേഹം ഇരിക്കുന്ന സമയത്തിലാണ് രഘൂഗണൻ പേരുള്ള രാജാവ് അവിടെ വരുന്നു. ഈ രാജാവ് ആരാണ് ചോദിച്ചാൽ, ഇദ്ദേഹം പൂർവ്വജന്മത്തിൽ ഒരു മാനോട് പ്രേമം കാണിച്ച് മാനായി ജനിച്ചില്ലേ, ആ മാന് രാജാവോട് സ്നേഹം കാണിച്ചതുകൊണ്ട് രാജാവായിട്ട് ആ മാന് തന്നെ, ഇദ്ദേഹം സ്നേഹിച്ച മാന് തന്നെ രാജാവായിട്ട് തിരിച്ച് ഇവിടെ അവതരിച്ചു പറയുന്നുണ്ട് മഹാത്മാക്കൾ. അവൻ രഘൂഗണനാണ് പേര്. കപില ഭഗവാന്റെ അടുത്തിൽ നിന്നും ഉപദേശം സ്വീകരിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പല്ലക്ക് ചുമക്കുന്ന ഒരാൾക്ക് വയ്യാതായപ്പോൾ വേറെ ആൾ കിട്ടുമോ നോക്കുന്ന സമയത്താണ് ജലഭരതനെ കണ്ടു. ജലഭരതനെ കണ്ടപ്പോൾ നല്ല ആരോഗ്യമുള്ള ആളല്ലേ, അപ്പോൾ ഇയാളെ വിളിച്ച് കൊണ്ടുപോകാൻ വിചാരിച്ച് അവരെ വിളിച്ചു കൊണ്ടുപോയി. അദ്ദേഹം വേണ്ട പറഞ്ഞിട്ടില്ലേ. എന്താ കാരണം? എന്തൊക്കെ പ്രാരബ്ധമുണ്ടോ അത് അനുഭവിച്ച് തീർക്കണം. പ്രാരബ്ധം വേണ്ടാന്ന് മാറ്റി വെച്ചാൽ പിന്നെ അടുത്ത ജന്മത്തിലേക്ക് അത് നമ്മളെ പിടികൂടും. അത്യാശ്രമിയുടെ കഥ പറയാറുണ്ടല്ലോ. അത്യാശ്രമി പേരുള്ള മഹാത്മാ സിദ്ധനാണ്, ഭക്തനാണ്. അദ്ദേഹം തൃച്ചംബരം സ്ഥലമുണ്ട് കണ്ണൂർ ഭാഗത്തിൽ. ബില്വമംഗലസ്വാമികൾ ഓരോരോ ക്ഷേത്രത്തിലും ഭഗവാനെ തൊഴാറുണ്ട്. അങ്ങനെ തൃച്ചംബരത്തെ തൊഴാൻ വന്നപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഭഗവാനില്ല. ഉള്ളിൽ ഭഗവാനില്ലല്ലോ വിചാരിച്ച പോലെ ഭഗവാൻ കൈയടിച്ച് ഇവിടെ ഒരു ഞാൻ പുറത്താണെന്ന് പറയും. പുറത്ത് ഒരു എളിഞ്ഞൻ മരം, അതിൻ്റെ താഴെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. അവിടെ വന്ന് നോക്കുമ്പോഴാണ് അവിടെ അത്യാശ്രമി പേരുള്ള ഭക്തൻ ശരീരം കുഷ്ഠരോഗമായതുകൊണ്ട് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു ഭഗവാൻ. ഇത് നോക്കി ബില്വമംഗല സ്വാമിയാർ ഭഗവാനോട് ചോദിച്ചു, അദ്ദേഹത്തെ ശുശ്രൂഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ കുഷ്ഠരോഗം ഇല്ലാതെ അദ്ദേഹത്തെ മാറ്റിയാൽ മതിയില്ലേ? നീ ഒന്ന് സങ്കല്പിച്ചാൽ കുഷ്ഠരോഗം മാറില്ലേ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അദ്ദേഹം ചോദിച്ചില്ലല്ലോ, കുഷ്ഠരോഗം മാറ്റി തരണേ ചോദിക്കേണ്ടേ? ഭക്തൻ ചോദിച്ചാലേ ഭഗവാൻ ചെയ്യുള്ളൂ. ഇദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ലേ കുഷ്ഠരോഗം മാറ്റി തരണേന്ന്? അപ്പോൾ ബില്വമംഗല സ്വാമിയാർ ആ മഹാത്മാവോട് ചോദിച്ചു, കുഷ്ഠരോഗം മാറ്റിത്തോട് പറയണ്ടേ? അദ്ദേഹം പറഞ്ഞു, പ്രാരബ്ധം ഞാൻ അനുഭവിച്ചോളാം. ഒരു ചെറിയ ശ്രമം, ഈ മരത്തിൽ നിന്നും ഈ കായ്കളൊക്കെ വീഴുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് വേദന ഉണ്ട്, അത് മാത്രം ഒന്ന് മാറ്റിയാൽ മതി. ഉടനെ പറഞ്ഞു, ഈ മരത്തിൽ നിന്ന് കായ് ഒന്നും ഉണ്ടാവേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോഴും അവിടെ ആ അടുത്തുള്ള മരത്തിൽ കായ്കളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ അത്രയും അടുത്ത് ഭഗവാൻ ഇരുന്ന് ശുശ്രൂഷിച്ചിട്ടും അദ്ദേഹം പ്രാരബ്ധം മാറ്റിത്തരുന്നു പ്രാർത്ഥിച്ചിട്ടില്ല. എന്താ കാരണം? അതിന് ഞാൻ അനുഭവിച്ച് തീർക്കാം അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അതുപോലെയാണ് ഇവിടെ ജലഭരതനും. പല്ലക്ക് ചുമക്കാനുള്ള പ്രാരബ്ധം ഉണ്ടെങ്കിൽ അതും കൂടി ചുമന്ന് നടക്കാൻ വിചാരിച്ച് പല്ലക്ക് ചുമന്ന് നടക്കുന്നു. പക്ഷേ ഒരേപോലെ നടക്കില്ല. പല്ലക്ക് ചുമക്കുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഒരേപോലെ ചെല്ലണ്ടേ? ഇദ്ദേഹം ഇടയ്ക്ക് ചാടിപ്പോവും. എന്താ കാരണം? ഇടയ്ക്ക് ഇറുമ്പൊക്കെ വരുമ്പോൾ എല്ലാവരും അത് ചവിട്ടിക്കൊണ്ട് പോകുന്നു. ഇദ്ദേഹം ഇറുമ്പ് കണ്ടപ്പോൾ അത് ചാടി കടക്കും. പിന്നെ ചാടി ചെല്ലുമ്പോൾ എന്താവും? പല്ലക്ക് കുളുക്കി രാജാവ് മണ്ടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇടി. കാരണം കൂടുതൽ പുണ്യഭാവം ചെയ്യുമ്പോൾ ഇവിടെ തന്നെ ഫലം കിട്ടും. അപ്പോൾ രാജാവിൻ്റെ തലയിൽ ഇടിച്ചപ്പോൾ മര്യാദയ്ക്ക് കൊണ്ടുപോകണം പറഞ്ഞു. അപ്പോൾ ബാക്കി ആളുകൾ പറഞ്ഞു, ഞങ്ങൾ മര്യാദയ്ക്ക് കൊണ്ടു നടക്കുമ്പോൾ പുതിയ ആളാണ് ഇടയ്ക്കിടയ്ക്ക് ചാടുന്നത്. ഇപ്പോൾ രാജാവ് നോക്കി, ആരോഗ്യ പ്രശ്നമുള്ള ആളാണ് നോക്കുമ്പോൾ നല്ല ആരോഗ്യം. പിന്നെ പറഞ്ഞു, മര്യാദയ്ക്ക് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ നിൻ്റെ തല കൊയ്തെടുക്കും പറഞ്ഞു. അപ്പോൾ ജലഭരതൻ ചിരിച്ചു. ഇപ്പോൾ തന്നെ എൻ്റെ തല കൊയ്യാൻ വേണ്ടി ചില ആളുകൾ വന്നു, അവിടെ തല പോയി ക്ഷേത്രത്തിൽ. ഇപ്പോൾ രാജാവോട് പറഞ്ഞു, എൻ്റെ തല നിനക്ക് കൊയ്തെടുക്കാൻ പറ്റും, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല. ഇത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? പക്ഷേ രാജാവിന് മനസ്സിലായി. എനിക്ക് ഒരു ദുഃഖവും ഇല്ല എൻ്റെ തല കൊയ്തെടുക്കുന്നത് കൊണ്ട്. ഇപ്പോൾ എൻ്റെ മുണ്ട് കിരിയുമ്പോൾ എനിക്കിവിടെ പ്രശ്നമില്ല, മുണ്ടുകി കൂടെ വേറെ കൊണ്ട് മേടിച്ചോളാം. എൻ്റെ പാത്രം പോയി പറഞ്ഞാൽ പോട്ടെ, ഏത് പാത്രം അടിച്ചാൽ എൻ്റെ ഞാൻ വേറെ എൻ്റെ വേറാണ്. അതേപോലെ എൻ്റെ കൈ പറഞ്ഞാൽ കൈ വേറെ ഞാൻ വേറെയാണ്. എൻ്റെ കാല് വേദന പറയുന്നു, കാല് വേറെയാണ്, നമ്മൾ വേറെയാണ്. എൻ്റെ വയറ് വിശക്കുന്നു, വയർക്കാല വിശപ്പ്, നമുക്കൊരു വിശപ്പുമില്ല.
പക്ഷേ നമ്മൾ ആദ്യം മുതൽ തെറ്റിദ്ധരിച്ചു എന്നാണ് പറയുന്നു ആദിശങ്കരാചാര്യൻ. എൻ്റെയായ ശരീരത്തെ ഞാനായി തെറ്റിദ്ധരിക്കുന്നു നമ്മളൊക്കെ. ഈ തോല് കറുത്ത കളറായി പോയാൽ നമ്മൾ വിചാരിക്കും ഞാൻ കറുത്ത കളറായി പോയല്ലോ. തോല് ചുമപ്പോയാൽ ഞാൻ നല്ല ചുമപ്പാണ്. നമ്മൾ കറുത്തിട്ട് ഇല്ലേ, നമ്മൾ വെളുത്തിട്ട് ഇല്ലേ. ഈ തോലാണ് കറുത്തിരിക്കുന്നതും വെളുത്തിരിക്കുന്നതും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ തന്നെ കറുത്തിരിക്കുന്നു വെളുത്തിരിക്കുന്നു വിചാരിക്കുന്നു. ശരീരം മെലിഞ്ഞു പോയാൽ ഞാൻ മെലിഞ്ഞു പോയല്ലോ, ശരീരം തടി വെച്ചാൽ ഞാൻ തടിച്ചല്ലോ. ഇതൊക്കെ സ്ഥൗല്യം കാർസ്യം വ്യാധയ ആദയശ്ച ക്ഷത്രുഭയം കലിരിച്ഛാജരാച നിദ്രാരതിർ മന്യുരഹം മദസ്സുചകാ ദേഹേന ജാതസ്യ ഹിമേന സന്തി. സ്ഥൗല്യം കാസ്യം വ്യാധയ ആദയശ്ച ക്ഷുദ്രുഭയം കലിരിച്ഛാജരാച. അതേപോലെ പശി, ദാഹം, ഇതൊക്കെ പ്രാണൻ്റെ ധർമ്മമാണ്. സുഖം, ദുഃഖം ഇതൊക്കെ മനസ്സിൻ്റെ ധർമ്മമാണ്. ഈ മനസ്സിൻ്റെ ധർമ്മവും പ്രാണൻ്റെ ധർമ്മവും ശരീരത്തിൻ്റെ ധർമ്മത്തിനെയും സ്വന്തം നമ്മുടെ ധർമ്മമായിട്ട് ഏറ്റെടുത്താണ് നമ്മൾ ദുഃഖിക്കുന്നു. എനിക്ക് ഒരു ദുഃഖവും ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ രാജാവിന് മനസ്സിലായി. എന്നാലും അദ്ദേഹം ചോദിച്ചു, നമ്മളൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആദ്യം പാത്രത്തിൽ വെള്ളം വയ്ക്കും, അതിൽ കുറച്ച് അരിയിടും, നെരുപ്പ് കത്തി വെച്ച ശേഷം ആദ്യം പാത്രം ചൂടാവും, പിന്നെ വെള്ളം ചൂടായി അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അരി വേവുന്നത് പോലെ ഈ ശരീരമാകുന്ന പാത്രത്തിലിരിക്കുന്ന ഈ ജീവനക്ക് ദുഃഖം വരണമല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. ജഡഭരതൻ തമിഴ്നാട്ടിൽ ഒരു മഹാത്മാ ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല ഉദാഹരണം പറയും. അരിയിടുമ്പോൾ അരി വെന്തു പോവും, പരിപ്പ് ഇട്ടാൽ പരിപ്പ് വേവും, അറിയാതെ ഒരു കല്ല് ഇട്ടാൽ കല്ല് വേവില്ല. കാരണം അത് കല്ല് പോലെയാണ്. സജാതീയമാണ്. പരിപ്പൊക്കെ വേഗം വെന്തു പോകും, പക്ഷേ കല്ല് വേവാറില്ല. അതുപോലെയാണ് ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ആത്മാവിന് ഒരു ബന്ധവും ഇല്ല. എപ്പോൾ മനസ്സിലാവും? ശരീരത്തിന് ദുഃഖമില്ലെന്ന് മനസ്സിലാവും. മരിച്ച ശേഷം ഒരാളുടെ ശരീരത്തിൽ വെള്ളം ഒഴിച്ച് അഭിഷേകമൊക്കെ ചെയ്യും, പിന്നെ തീ കത്തിക്കും. അപ്പോൾ ശരീരത്തിന് ഒരു ദുഃഖവും ഇല്ല. പിന്നെ ആത്മാവിന് ദുഃഖമില്ല പറയുന്നുണ്ട്. പക്ഷേ ആത്മാവിന് ദുഃഖമില്ല, ശരീരത്തിന് ദുഃഖമില്ല പറഞ്ഞാൽ പിന്നെ എല്ലാവരും ദുഃഖിക്കുന്നുണ്ടല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെ ഇടയിൽ മനസ്സിന് ഒരു സാധനം. ഈ മനസ്സുകൊണ്ടാണ് നമ്മൾ ദുഃഖിക്കുന്നത്. ആ മനസ്സ് വേറെ എവിടെയെങ്കിലും ചെന്നാൽ അപ്പോൾ ദുഃഖമില്ല. ഇപ്പോൾ സീരിയൽ നോക്കിയിരിക്കുന്ന ഒരു അമ്മ, അപ്പോൾ ഒരു ദുഃഖവും ഇല്ല. എന്നാൽ സീരിയൽ നോക്കിക്കൊണ്ടിരിക്കും. സീരിയൽ കഴിഞ്ഞാൽ വേദന അങ്ങനെ പറയും. നടുവേദന ഇത് സീരിയൽ നോക്കുമ്പോൾ ഉണ്ടായിരുന്നോ, പക്ഷേ അത് അറിഞ്ഞിട്ടില്ല. ഏതാ കാരണം? മനസ്സ് സീരിയലിലേക്ക് പോയി. സീരിയൽ കഴിഞ്ഞ ശേഷം പിന്നെ നടുവേദന ഇങ്ങോട്ട് വന്നു. മനസ്സ് വന്നപ്പോൾ അത് വേദന വന്നു. അപ്പം മനസ്സുകൊണ്ടാണ് നമ്മൾ ദുഃഖിക്കുന്നു. ഉറങ്ങുന്ന സമയത്ത് ദുഃഖമില്ലല്ലോ. ഏറ്റവും വലിയ ദുഃഖം അച്ഛനമ്മമാർക്ക് കുട്ടി മരിച്ചാൽ വലിയ ദുഃഖമാണ്. അവർ കരഞ്ഞ് ഉറങ്ങിപ്പോയാൽ പിന്നെ ദുഃഖമില്ല. ഉണർന്നാൽ വീണ്ടും കരയാൻ തുടങ്ങും, പോയല്ലോ കുട്ടി. ഉറങ്ങുന്ന സമയത്ത് എന്തുകൊണ്ട് ദുഃഖമില്ല? ഉറങ്ങുന്ന സമയത്ത് മനസ്സില്ല, മനസ്സ് ഉറങ്ങിക്കിടക്കണം. ഇപ്പോൾ വൈദ്യന്മാർക്ക് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദുഃഖമില്ലല്ലോ. മാറ് കീറി ഓപ്പൺ ഹാർട്ട് സർജറിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു വേദന ഇല്ല. എന്താ കാരണം? അവർ അനസ്തീഷ്യാണ്, ഒരു മയക്ക് മരുന്ന് കൊടുത്ത് ആ മനസ്സുകൊണ്ട് അവർ അടക്കി വച്ചിരിക്കുന്നു. പിന്നെ അത് മനസ്സ് ഉണർന്നാൽ വീണ്ടും എനിക്ക് ഓപ്പറേഷൻ കഴിയും, പിന്നെ ദുഃഖം തുടങ്ങി. അപ്പോൾ മഹാത്മാക്കൾക്ക് മനസ്സ് എപ്പോഴും നിയന്ത്രണത്തിലുള്ളത് കൊണ്ട് അവർക്ക് ദുഃഖമേ ഇല്ല. തമിഴ്നാട്ടിൽ മഹാത്മാ ഉണ്ടായിരുന്നു, സ്വയം പ്രകാശാനന്ദ സരസ്വതി സ്വാമികൾ. അദ്ദേഹം നല്ല ഭാഗവതം വായിക്കുന്ന മഹാത്മാവാണ്. ഗുരുനാഥൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹത്തിന് ഭാഗവതം വായിക്കാൻ വേണ്ടി കുറച്ച് കണ്ണട ഇടേണ്ടി വന്നു. ഇപ്പോൾ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നപ്പോൾ വൈദ്യനോട് ചോദിച്ചു, ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ നിങ്ങൾക്ക് ഒരു മയക്കുമരുന്ന് കൊടുക്കാൻ പോകുന്നു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി. അദ്ദേഹം അത് വേണ്ടാൻ പറഞ്ഞു. ഒരു 6 മണിക്ക് മുമ്പ് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ധ്യാനത്തിൽ ചെന്നോളാം, പിന്നെ ചെയ്തോളൂ. പിന്നെ മയക്കുമരുന്ന് സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം. ധ്യാനത്തിലിരുന്ന് അദ്ദേഹം ശരീരത്തിൽ നിന്നും അദ്ദേഹം ധ്യാനത്തിൽ എത്തി. അപ്പോഴാണ് സുഖമായിട്ട് ഓപ്പറേഷനൊക്കെ നടത്തി. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം ഓപ്പറേഷൻ കഴിഞ്ഞു പോകുന്നു.
നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ചോദിച്ചു. അങ്ങനെ മനസ്സ് നിയന്ത്രിച്ച മഹാത്മാക്കൾക്ക് ദുഃഖമേ ഇല്ല. ഇപ്പോൾ മനസ്സ് നിയന്ത്രിച്ചാൽ ദുഃഖമില്ലേ പറയാൻ എളുപ്പമാണ്, പക്ഷേ നിയന്ത്രിക്കുന്നത് അത്ര എളുപ്പമല്ലേ. മനസ്സ് നിയന്ത്രിക്കാൻ പുറപ്പെട്ടാൽ അത് കുതിര പോലെ ചാടിപ്പോവും. അത് നിയന്ത്രിക്കാൻ എളുപ്പ വഴി ഇതുപോലെ സത്സംഗത്തിൽ ഇരുന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കണം എന്നാണ് പറയുന്നത്. എത്ര ഉത്തമ ശ്ലോക ഗുണാനുവാദ പ്രസ്തൂയത്തെ ഗ്രാമ്യകഥാവിഘാത. ഗ്രാമ്യകഥ നിഷേവ്യമാനോദിനം മുക്ഷോ മതിം സതീം യച്ഛതി വാസുദേവേ. അതുകൊണ്ട് ഇങ്ങനെ നല്ല മഹാത്മാക്കളുടെ അടുത്ത് ചെന്ന് അവരുടെ പാദധൂളി സ്വീകരിക്കുമ്പോഴേ നമുക്ക് ശരിക്കും ഈ ജ്ഞാനം നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജഡഭരത ഉപാഖ്യാനം സമർപ്പിക്കുന്നു. അതിനുശേഷം ഭൂഗോള ഖഗോളങ്ങൾ വർണ്ണിച്ചു. അതിനുശേഷം നരകങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നു. നരകത്തെക്കുറിച്ച് വർണ്ണിച്ചപ്പോഴാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി ചോദിക്കുമ്പോഴാണ് 3 അധ്യായങ്ങളുടെ അജാമില ഉപാഖ്യാനം പറയുന്നു.